അതിജീവനത്തിന്റെ, ധൈര്യത്തിന്റെ, ദൈവീകശക്തിയുടെ പ്രതീകമായി അർജുനന്റെ കരങ്ങളിൽ ഉയർന്ന ഗാണ്ഡീവം. മഹാഭാരത യുദ്ധത്തിൽ ഉപയോഗിച്ച ഏറ്റവും ശക്തമായ 2 ആയുധങ്ങൾ ആയിരുന്നു അർജുനന്റെ ഗാണ്ഡീവവും കർണന്റെ വിജയധനുസ്സും. ഗാണ്ഡി എന്ന ദേവലോകത്തെ ദിവ്യവൃക്ഷത്തിന്റെ തടിയിൽ നിന്ന് ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ് ഗാണ്ഡീവം. എതിരെ വരുന്ന 1,00,000 പേർക്ക് എതിരെ ഒരുമിച്ച് പ്രയോഗിക്കാൻ സാധിക്കുന്ന ഗാണ്ഡീവം മഹാദേവൻ, പ്രജാപതി, ചന്ദ്രൻ, ഇന്ദ്രൻ എന്നിവർ പല യുദ്ധങ്ങളിലായി ഉപയോഗിച്ച ശേഷം ദേവന്മാരുടെ ആയുധസംരക്ഷകൻ കൂടിയായ വരുണദേവന് നൽകി. തക്ഷകന്റെ സങ്കേതമായിരുന്ന ഖാണ്ഡവനം ദഹിപ്പിക്കാൻ സഹായിച്ച നരനാരായണന്മാരായ കൃഷ്ണാർജുനന്മാരിൽ അർജുനനു അഗ്നിദേവന്റെ നിർദ്ദേശപ്രകാരം വരുണദേവൻ ഗാണ്ഡീവം നൽകി. സുന്ദരമായതും 108 ഞാണുകളുള്ള 2 ധനുസ്സുകൾ ഒരുമിച്ചു ചേർന്ന മാതൃകയിൽ ഉള്ള ഗാണ്ഡീവം ഭൂമി തൊട്ട് സവ്യസാച്ചിയുടെ കിരീടത്തിന് മേലെ ഉയരം വരുന്നതും സൂര്യ തേജസ്സുള്ള ദിവ്യ അവതാരങ്ങൾക്കു മാത്രം എടുത്തുയർത്താൻ സാധിക്കുന്നതും രത്നമയമായതുമാണ്. അസ്ത്രപ്രയോഗ സമയത്തു ഗാണ്ഡീവം ജ്വലിച്ചിരുന്നതായും മേഘഗർജനത്തോടെ ശബ്ദം പുറപ്പെടുവിച്ചിരുന്നതായും വിശേഷിപ്പിക്കുന്നു. ദേവന്മാർ, യക്ഷകിങ്കരന്മാർ, ഗന്ധർവർ, നാഗങ്ങൾ, രാക്ഷസന്മാർ എന്നിവർക്കെതിരെയും ഗാന്ധർവ യുദ്ധം, വിരാട യുദ്ധം എന്നിവയിലെല്ലാം ഗാണ്ഡീവം ആയിരുന്നു അർജുനന്റെ മുഖ്യ ശക്തിയായി വർത്തിച്ചത്. ദേവന്മാർക്കു പോലും വധിക്കാൻ സാധിക്കാതിരുന്ന 30 ദശലക്ഷം വരുന്ന നിവാതകവചന്മാരെ അർജുനൻ ഒറ്റയ്ക്ക് നിന്ന് കൊണ്ട് വധിച്ചതും കുരുക്ഷേത്ര യുദ്ധത്തിലും തന്റെ മഹാരഥികളായ എതിരാളികളെയെല്ലാം വധിച്ചതും ഗാണ്ഡീവം ഉപയോഗിച്ചായിരുന്നു. കൃഷ്ണന്റെ സ്വർഗാരോഹണത്തിനു ശേഷം പാണ്ഡവരുടെ മഹാപ്രസ്ഥാനത്തിനു മുമ്പ് അർജുനൻ ഗാണ്ഡീവം വരുണദേവൻ തന്നെ തിരികെ സമർപ്പിച്ചു.